16th question. If x plus iy equal to 1 divided by 1 plus cos theta plus I sin theta, then the value of x square plus 1 is. So, നമുക്ക് എന്താ തന്നേക്കുന്നത് എക്സ് പ്ലസ് ഐ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡും ചെയ്യുക. സോ 1 പ്ലസ് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ divided by 1 plus cos theta minus I sin theta. Okay, which implies നമുക്ക് എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1/2 എന്ന് കിട്ടും. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് 1/2 സ്ക്വയർ 1/4 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 5/4 എന്ന് കിട്ടും. സോ അവർ ഓപ്ഷൻ ഈസ് ഇ. 17th question. If alpha, beta, gamma are the cube roots of -2, then the value of x alpha plus y beta plus z gamma divided by x beta plus y gamma plus z alpha is. x, y, z എന്ന് പറയുന്നത് വേരിയബിൾസ് ആണെന്നും തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്, ഫസ്റ്റ് ഗിവൺ ദാറ്റ് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട്സ് ഓഫ് -2 ആണ്. സോ വി ക്യാൻ ഐഡൻറ്റിഫൈ ദം ആസ് ഫോളോസ്. ആൽഫ എന്ന് പറയുന്നത് -2ൻ്റെ ക്യൂബ് റൂട്ടാണ്. ബീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു -2 ക്യൂബ് റൂട്ട്. ഗാമ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു -2 ക്യൂബ് റൂട്ട്. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് e⁻²πi ഡിവൈഡഡ് ബൈ 3 പറയുന്നത് പ്രിമിറ്റീവ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റ് ആണ്. ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് തന്നേക്കണ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുക. എക്സ് ആൽഫ പ്ലസ് വൈ ബീറ്റ പ്ലസ് സെഡ് ഗാമ ഡിവൈഡഡ് ബൈ എക്സ് ബീറ്റ പ്ലസ് വൈ ഗാമ പ്ലസ് സെഡ് ആൽഫ. ഒമേഗ എന്ന് പറയുന്നത് e⁻²π/3 ആണ്. ഒമേഗയുടെ പ്രോപ്പർട്ടി യൂസ് ആക്കുമ്പോൾ നമുക്കറിയാം 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് 1 ആണ്. സോ ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഇൻ ടു ദ എക്സ്പ്രഷൻ. ഓക്കെ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ആൽഫ പ്ലസ് വൈ ബീറ്റ പ്ലസ് സെഡ് ഗാമ എന്നുള്ളത് എങ്ങനെയാവും, എക്സ് ഇൻറ്റു ആൽഫ -2യുടെ ക്യൂബ് റൂട്ട് പ്ലസ് വൈ ഇൻറ്റു ബീറ്റ ഒമേഗ ഇൻറ്റു -2 ക്യൂബ് റൂട്ട് പ്ലസ് സെഡ് ഇൻറ്റു ഗാമ ഒമേഗ സ്ക്വയർ -2 ക്യൂബ് റൂട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡിനോമിനേറ്റർ എക്സ് ബീറ്റ പ്ലസ് വൈ ഗാമ പ്ലസ് സെഡ് ആൽഫ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു -2 ഒമേഗ ഇൻറ്റു -2 ക്യൂബ് റൂട്ട് പ്ലസ് വൈ ഇൻറ്റു ഗാമ ഒമേഗ സ്ക്വയർ -2 ക്യൂബ് റൂട്ട് പ്ലസ് സെഡ് ഇൻറ്റു -2 ക്യൂബ് റൂട്ട്. ഓക്കെ, ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും നമുക്ക് -2 ക്യൂബ് റൂട്ട് ഫാക്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. സോ -2 ക്യൂബ് റൂട്ട് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഗാമ പ്ലസ് z gamma square divided by -2 cube root of x omega plus y omega square plus z. ഓക്കെ, നമുക്കെന്താ അറിയാം, ഒമേഗ എന്ന് പറയുന്നത് e⁻²π/3 ആണ്. സോ ഒമേഗ e⁻²πi/3 ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് e⁻4πi/3 ആണ്. സോ ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് പ്ലസ് വൈ ഒമേഗ പ്ലസ് സെഡ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഒമേഗ പ്ലസ് വൈ ഒമേഗ സ്ക്വയർ പ്ലസ് സെഡ്. ഒമേഗയും ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് യൂണിറ്റിൻ്റെ ക്യൂബ് റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ
they inherently satisfy rotational symmetry. That is, omega cube equal to 1 and omega square equal to omega raised to minus 1. Omega square e raised to 4 pi by 3 ആണ്. നമുക്ക് കോംപ്ലക്സ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിൻ്റെ സൈക്ലിക് നേച്ചർ നോക്കുമ്പോൾ ഫ്രാക്ഷൻ എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് പ്ലസ് വൈ ഗാമ പ്ലസ് സെഡ് ഇ റേസ് ടു 4 pi I divided by 3 divided by x. ഇതിനെ ഇ റേസ് ടു 2 pi I by 3 എന്ന് എഴുതാം പ്ലസ് y ഇ റേസ് ടു 4 pi I by 3 plus z. Okay. Symmetric properties and rotations of cube root and so equation simplified to e raised to 4 pi I by 3. So expression the value is e raised to 4 pi I by 3. 18th question. Let x plus 1 by x equal to 2 cos alpha. For any n element of capital N, the value of x raised to n minus 1 by x raised to n is. Okay. So, relationship Q1 is x plus 1 by x equal to 2 cos alpha. We find x raised to n minus 1 by x raised to n find for any n element of capital N. First നമുക്ക് x 1 by x recognize ചെയ്ത് തുടങ്ങാം. It can be represented using exponential functions involving complex number. x എന്ന് പറയുന്നത് e raised to I alpha അല്ലെങ്കിൽ x equal to e raised to minus I alpha. നമുക്കറിയാം x plus 1 by x എന്ന് പറയുന്നത് 2 cos alpha തന്നിരിക്കുന്നത്. This is consistent with the identity e raised to ഈ 2 cos alpha എന്ന് പറയുന്നതിന് നമുക്ക് e raised to I alpha plus e raised to minus I alpha എന്ന് എഴുതാൻ പറ്റും. സോ എക്സിൻ്റെ വാല്യൂ e raised to I alpha ആണെങ്കിൽ x raised to n എന്ന് പറയുന്നത് e raised to I n alpha ആയിരിക്കും. ആൻഡ് 1 by x raised to n എന്ന് പറയുന്നത് e raised to minus I n alphയും ആയിരിക്കും. സോ x raised to n minus 1 by x raised to n നമുക്ക് എങ്ങനെ എഴുതാം? e raised to I n alpha minus e raised to minus n alpha. ഇതെന്ന് പറയുന്നത് സൈൻ ഫംഗ്ഷൻ്റെ ഇമാജിനറി കമ്പോണൻ്റ് ആണ് യൂളേഴ്സ് ഫോർമുലയിൽ. ദറ്റ് ഇസ് e raised to I n alpha minus e raised to minus I n alpha എന്ന് പറയുന്നത് 2i sin alpha ആണ്. അപ്പോൾ ഇവിടെ എന്നുള്ളതും കൂടി sin n alpha ആണ്. So x raised to n minus 1 by x raised to n എന്ന് പറയുന്നത് 2i sin n alpha ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 90th question. If f of z equal to a n z raised to n plus a n minus 1 z n raised to minus 1 plus etc. a1 z plus a0. Element of r z is a polynomial in z with no root over r, then degree of f is. നമുക്ക് തന്നേക്കുന്നത് എന്താ? f of z equal to a n z raised to n plus a n minus 1 z raised to n minus 1 plus etc. plus a1 z plus a0. ഇതെന്ന് പറയുന്നത് ഇത് ഹാവ് ഓൺലി കോംപ്ലക്സ് റൂട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. So they occur in conjugate pairs. അതുകൊണ്ട് തന്നെ ഡിഗ്രി എന്ന് പറയുന്നത് should be E1. So our option is E. 20th question. Let S equal to set of n element of capital N mod n cube plus 3n square plus 5n plus 3 is not divisible by 3. Then which of the following statement is true about S എന്ന് പറയാം. So S എന്ന് പറയുന്നത് set of n element of n such that n cube plus
3n square plus sn plus 3 is not divisible by 3. That is n cube plus 3n square plus 5n plus 3 എന്ന് പറയുന്നത് is always divisible by 3 ആണ്. Therefore is equal to 5. Option